ഇതാണ് മക്കളെ വൈറലായ കൊച്ചിക്കോയ. പേര് കേട്ടിട്ട് ഒന്നും തോന്നണ്ട, ഇതിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണുള്ളത്. ഇതിന് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പൂവൻ പഴം. ഞാൻ 1/2 കിലോ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, അത് ഒരു മുറി തേങ്ങ ചിരവിയതിൻ്റെ പാലെടുത്തതുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒന്നിച്ചാക്കി. ഇത് ശർക്കര പൊടിച്ചത്, ഒരു 3 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം അതിൽ ഇഞ്ചി നീരും ചെറിയ ഉള്ളിയുടെ നീരും കൂടിയുള്ളതാണ്. മറ്റൊന്ന് ചെറുനാരങ്ങയുടെ ഒരു മുറിയുടെ നീര്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സ്വന്തം അവിൽ. അപ്പോൾ ഓരോ പഴങ്ങളായിട്ട് എടുത്ത് അത് തോലോടുകൂടെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത് അതിൻ്റെ തോല് അതിൽ നിന്ന് മാറ്റി ഓരോ പഴങ്ങളായിട്ട് പാത്രത്തിലിടുക. അങ്ങനെ മുഴുവൻ പഴങ്ങളും അതിലിട്ട് കഴിഞ്ഞാൽ, പഴയകാലത്തൊക്കെ തൈര് കടയുന്ന കടകോല് കൊണ്ടാണ് അത് ഉടച്ചെടുക്കൽ. ഇപ്പോൾ അത് ഉടച്ചെടുക്കാനുള്ള ഒരു ഉപകരണം ഉണ്ട് കയ്യിൽ. അതിനെന്താ പേര് പറയാമെന്നറിയില്ല. ഏതായാലും പഴം പോലുള്ളതൊക്കെ ഇഷ്ടം ഉണ്ടാക്കാനൊക്കെയുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുന്ന ഒരു സാധനം. ഏതായാലും കൊച്ചിക്കോയ എന്നുള്ള ഈ ഒരു സാധനം നമ്മൾ കേരളത്തിൽ മൊത്തം വൈറലായിരിക്കുകയാണ്. കോഴിക്കോട്ടുകാരുടെ, കൊടുവള്ളിക്കാരുടെ സ്വന്തം കൊച്ചിക്കോയ കേരളം മൊത്തം ആസ്വദിക്കുകയാണ്. പഴങ്ങൾ ഓരോന്നോരോന്നായി തൊലിയുരിഞ്ഞിട്ട് അത് ഉടച്ചെടുക്കുകയാണ്. ഉടച്ചെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ശർക്കര ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ 3 ശർക്കര കഷ്ണമാണ് എടുത്തത്. അതിൻ്റെ പകുതിയിലധികം ഞാനതിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ശർക്കര കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഉടച്ച് വൃത്തിയായ രീതിയിലൊന്ന് ഉടച്ചെടുക്കുകയാണ്, മിക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ ഒരല്പം പഞ്ചസാര, ഏതായാലും ശർക്കര എടുത്തതിനേക്കാൾ കൂടുതൽ പഞ്ചസാര എടുക്കുന്നുണ്ട്. കാരണം പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെ പഞ്ചസാര കൂടെ ചേർത്തതാണ്. ഇനി പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് അത് അല്പം കമ്മിയാക്കാം, ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അത്യാവശ്യം ചെറിയ തോതിലൊക്കെ മധുരം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പൂർണ്ണമായൊരു മധുരം കിട്ടണമെങ്കിൽ ഈ പഞ്ചസാര കൂടെ ചേർക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ള ചെറുനാരങ്ങ നീരാണ്. അത് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്തിട്ടുള്ളത്. കുരു ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് ഇഞ്ചിയും ചെറിയ ഉള്ളിയും. ആ നീരവിടെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ പകുതി, അതിൻ്റെ പാല് പകുതി മുക്കാലും ചേർത്തു. അത് പോരാ എന്ന് തോന്നുമ്പോൾ നമുക്ക് ബാക്കി കൂടെ ചേർക്കാവുന്നതാണ്. വല്ലാതെ ലൂസായിട്ട് വെള്ളം പോലെ ആവുന്നൊരവസ്ഥയിലേക്ക് വരരുത്. അപ്പോൾ ഒരു കുറുകിയ ഒരവസ്ഥയിൽ നിൽക്കണം. അതിന് വേണ്ടി ഇത് നമ്മുടെ ഇഞ്ചി നീരും ചെറിയ ഉള്ളി നീരും കൂടെ, ഒരു 3-4 ചെറിയ ഉള്ളിയാണ് എടുത്തത്. 4 എടുത്തത് ഇത്തിരി അധികമായോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ ഉള്ളിയുടെ ഒരു സ്മെല്ല് അതിൽ മികച്ച് നിൽക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊച്ചിക്കോയ ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ. എല്ലാം വളരെ സുലഭമായി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഒന്നാണ്. പിന്നെ പോരാ എന്ന് തോന്നിയപ്പോൾ ഒരു 2 ഞാലിപ്പൂവൻ കൂടെ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ പശുവിൻ പാൽ ഞാൻ പിന്നെ ഒഴിച്ചില്ല. കാരണം പശുവിൻ പാൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ലൂസായി നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് തൽക്കാലം അവിടെ തേങ്ങാപ്പാലിൽ, ഒരു മുറി തേങ്ങയുടെ പാലിൽ അവസാനിപ്പിച്ചു. ഓരോ സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും കൂടിപ്പോയാൽ അത് ബാലൻസ് ചെയ്യാത്തക്ക രീതിയിൽ മറ്റുള്ളവ കൂടെ, മറ്റ് മിശ്രിതങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കണമല്ലോ. ബാക്കി വന്ന ഒരല്പം തേങ്ങാപ്പാലുണ്ട്, ഞാൻ അതുകൂടെ അതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും അവസാനത്തെ ഇനമാകുന്ന ഉപ്പ്, ഒരു നുള്ളു ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ശർക്കരയിൽ ഒരു നേരിയ തോതിൽ ഉപ്പുണ്ടാവും എന്നാലും. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചിക്കോയയുടെ വിശേഷങ്ങൾ. ഇനി നമ്മളത് കഴിക്കേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, വറുത്തെടുത്ത അവൽ അതിന് മീതെ നമുക്ക് യഥേഷ്ടം ആവശ്യമാകുന്ന രീതിയിൽ ഈ പഴം മിക്സ് അങ്ങ് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ഇളക്കിയെടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിൽ വിരലുകൾ കൊണ്ട്, അത് സാധാരണ ഈ അവൽ അലിഞ്ഞു പോകാൻ പാടില്ല. ഈ വെള്ളത്തിൻ്റെ പഴത്തിൻ്റെ മിശ്രിതം തട്ടിയിട്ട് അലിഞ്ഞു പോകുന്നത് അത്ര നന്നല്ല. അലിയാത്ത രീതിയിൽ ആ നല്ല ക്രിസ്പിയായ നിലക്ക് തന്നെ അവലും
ഈ പഴവും പഴത്തിൻ്റെയും മിശ്രിതവും കൂടെ ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. എൻ്റെ പൊന്നോ, ഇത് അപാരം തന്നെയാണ്. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. വളരെ നന്നായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ മഅസ്സലാമ.